നമസ്കാരം. ഇനി റഷ്യയുമായി ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങൾക്ക്. മറ്റാരുമല്ല, നാറ്റോയുടെ ഭീഷണി. എന്നാൽ ഇതിനു മുന്നിൽ ഇന്ത്യ മുറ്റുമടക്കുമെന്ന് നാറ്റോ അല്ല, അമേരിക്ക പോലും കരുതേണ്ട എന്ന് പണ്ടേ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കർശന നിർദ്ദേശമായി തന്നെയാണ് നാറ്റോ ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയുമായി ഇനിയൊരു വ്യാപാര ഇടപാട് തുടർന്നാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈന, ഇന്ത്യ, ബ്രസീൽ എന്നീ 3 രാജ്യങ്ങൾക്കാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഇങ്ങനെയൊരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇത് മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. ഇനി ചൈനയെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രസീൽ ഒരുപക്ഷെ ഇതിന് വഴങ്ങിയേക്കും. പക്ഷേ ഇന്ത്യയെയും ചൈനയെയും വിരട്ടാനുള്ള തൻ്റെ ഇടമൊന്നും തന്നെ നാറ്റോയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഇതിന് പിന്നാലെ പലരും കുറിക്കുന്നത്. US സെനറ്റർമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ നാറ്റോ സെക്രട്ടറി ജനറൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്. സമാധാന ചർച്ചകളൊക്കെ ഗൗരവകരമായി പരിഗണിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിക്കണമെന്ന് ഈ 3 രാജ്യങ്ങളുടെയും തലവന്മാരോട് നാറ്റോ ആവശ്യപ്പെട്ടു. ഇനിയുള്ള 50 ദിവസത്തിനുള്ളിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാന കരാർ ഉണ്ടായില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 100% നികുതിയായിരിക്കും ചുമത്തുക. ഉക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയതിന് പിറകെയാണ് മാർക്ക് റൂട്ടെ ഇങ്ങനെയൊരു താക്കീത് കൂടി നടത്തിയിരിക്കുന്നത്. പുടിനെ വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നത് നേരത്തെ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ 3 രാജ്യങ്ങളും ബ്രസീലും ചൈനയും ഇന്ത്യയും റഷ്യയുമായി ചേർന്ന് വ്യാപാരം തുടരുന്നത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലായെങ്കിൽ അത് നിങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നാണ് റൂട്ടയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ച് സമാധാന ചർച്ചകളെക്കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കണമെന്ന് നിങ്ങൾ പറയണം. അല്ലാത്ത പക്ഷം ഇത് 3 രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. എന്നാൽ ഇതിനെ ശക്തമായ ഒരു ഭീഷണിയായിട്ടൊന്നും തന്നെ ഇന്ത്യ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനത്തെ അമേരിക്കൻ സെനറ്റർ ടോം തില്ലിസ് അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 50 ദിവസം എന്ന കാലതാമസം ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ 50 ദിവസത്തിനുള്ളിൽ പുടിൻ യുദ്ധം ജയിക്കണമെന്നാണ്. കൂടുതൽ കൊലപാതകം നടത്തി കൂടുതൽ മേഖല പിടിച്ചെടുത്ത് വിലപേശലിന് ശ്രമിക്കാനുള്ള സാധ്യത അടക്കം ഇതിനിടയിലുണ്ടെന്നാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആശങ്കപ്പെട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാം? 1.5 മാസക്കാലം എന്ത് ചെയ്താലും അതൊന്നും വിലപേശലായി പരിഗണിക്കില്ലെന്ന് പറയണം. സമാധാന ചർച്ചകളിൽ ഉക്രൈന് സാധ്യമായ ഏറ്റവും മികച്ചൊരു സ്ഥാനം ഉറപ്പാക്കാൻ യൂറോപ്പ് പണം കണ്ടെത്തുമെന്നാണ് റൂട്ടെ പറയുന്നത്. നേരത്തെ പണം കണ്ടെത്തുന്നതും സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാറ്റോയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഏവർക്കും അറിയാവുന്നതാണ്. അനാവശ്യമായി ഇനി നാറ്റോയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ വേണ്ടി പണം ചിലവഴിക്കേണ്ടതില്ല എന്ന് ട്രംപ് പറഞ്ഞതൊക്കെ വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം കൂടി, പ്രത്യേകിച്ച് റഷ്യക്കെതിരായിട്ടുള്ളൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.